മാധു, ഇതിലൊരു കാര്യമുണ്ട്. ഇവർ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ആരൊക്കെയാ പ്രഖ്യാപിച്ചേ? ഒന്ന് ഫസൽ വധക്കേസിലെ പ്രതിയെ, രണ്ട് പെരിയ കൊലവിളി കേസിലെ പ്രതിയെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഭരണഘടന നിന്ന് നടത്തിയ കേസിലെ പ്രതിയെ, ബന്ധു നിയമന കേസിലെ പ്രതിയെ, രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്ത MLA, അതുപോലെ പ്രവാസി വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആള്, അതുപോലെ ജെട്ടി കട്ടവനെ വരെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുകയാണ്. എന്തോന്നടാ ഇതൊക്കെ? നാട്ടുകാർക്ക് കൊള്ളാവുന്ന ആളെന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് പൊതുസമൂഹത്തിൽ വോട്ട് പിടിക്കാൻ CPM-കാർക്ക് പോലും പറ്റാത്ത രീതിയിലുള്ള ഗതികെട്ട ആളുകളെ പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറയും. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ വസീഫ് ചോദിക്കുക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാന്ന്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ മുൻ MLA ഐഷ പോറ്റി. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാ? ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ആക്ഷേപം നേരിട്ട് അവസാനത്തെ ഭാര്യ കടന്നു ചെല്ലുമ്പോൾ സ്വന്തം മുറിയിൽ വലിയ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ച് ഭാര്യയോട് രാത്രി വിളിച്ച് മാപ്പ് പറഞ്ഞ് ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തുടരുന്ന ഗണേശൻ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? എന്റെ കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് ഇളക്കാൻ നിങ്ങളായിട്ടില്ല. അടുത്ത രാഷ്ട്രീയ വിഷയങ്ങൾ പറയാൻ കോൺഗ്രസിന് നേരമില്ലല്ലോ എന്നാണ് സജീവൻ സാർ പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞു തന്നെയാണ് പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ ജയിച്ചത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളല്ലല്ലോ പറഞ്ഞത്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ മനുഷ്യർ നട്ടം തിരിയുമ്പോൾ കറണ്ട് ചാർജും വെള്ളക്കരവും കൂട്ടി, ഭൂനികുതി കെട്ടിട നികുതിയൊക്കെ കൂട്ടി ആളുകളെ കൊള്ളയടിക്കുമ്പോൾ സർക്കാരല്ല ഇത് കൊള്ളക്കാരാണെന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഞങ്ങൾ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിജയിച്ചത്. കോൺഗ്രസിലെ വൃദ്ധ നേതൃത്വത്തെ തെരയാൻ പോകുന്ന സജീവൻ സാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, 80 കഴിഞ്ഞ പിണറായി വിജയന് ടേം വ്യവസ്ഥയില്ല, പ്രായ വ്യവസ്ഥ ഒന്നുമില്ലാതെ മത്സരിക്കാൻ അവസരം കൊടുക്കുന്ന CPM-ന്റെ വൃദ്ധ നേതൃത്വം കാണാതെ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും പ്രായം കൂടിയ ആൾ പിണറായി വിജയനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ, നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. അങ്ങനെയുള്ള ആളുകളെ കാണാതെ ഇപ്പുറത്ത് പ്രതിപക്ഷം 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടെത്താൻ നോക്കുക. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ, എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്. 10 വർഷമായിട്ട് കേരളം ഭരിച്ചു മുടിക്കുന്ന സർക്കാരിനെതിരെ ഒരു വാക്കുരിയാടാൻ ശേഷിയില്ലാത്ത ആളുകൾ. പിന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു കണ്ണൂർ പിണറായി വിജയൻ റാലി നടത്തിയെന്ന്. നിങ്ങൾ മുൻപ് റാലി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ റാലി നടത്തി. പിണറായി വിജയന്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ K. സുധാകരൻ വലിയ ഭൂരിപക്ഷത്തോടെ, ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വടകരയിൽ ഷാഫി പറമ്പിൽ തോക്കുമെന്ന് പ്രവചിച്ച ആളുകളുടെ മുമ്പിൽ 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചു. അപ്പൊ നിങ്ങൾ ഒരുക്കുന്ന പാർട്ടി കോട്ടയിലെ റാലി കണ്ടിട്ടല്ല, ജനങ്ങൾ വരി നിന്ന് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത്. നിനക്ക് എന്റെ പോക കണ്ടേ മതിയാവൂലേ? ആ വയനാട്ടിലെ ദുരന്തബാധിതരെ കാണിച്ച് പണം പിരിച്ച് മുക്കിയ കോൺഗ്രസ് അല്ലേ? രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടെടുത്തതിനേക്കാൾ അവസ്ഥയുണ്ടോ? ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഈ കട്ടതിനെ കുറിച്ചിട്ടാണ് പറയുകയാണെങ്കിൽ അമ്പലക്കൊള്ള നടത്തിയ പത്മകുമാർ ഇപ്പോഴും പാർട്ടിയല്ലേ? അമ്പലക്കൊള്ള എന്താ നീ നിന്ന് വിറയ്ക്കണത്? നിന്റെ ഷുഗർ കുറഞ്ഞു പോയോ? സഹകരണ സംഘത്തിലെ അടിച്ചോ ഒളിക്കടവിൽ അമ്മൂമ്മമാരെ വരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ 2 കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ? എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. പോയോ ആര്? എന്നെ അടിച്ചവൻ അവിടെ നിക്കണ്. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ പായം തലങ്ങനെ അപ്പുറത്ത് ഇറക്കാം, ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്.
ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. എന്നാ പോയി. ശരി സാർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി.